പിൽക്കാലത്ത് മലയാളത്തിൽ പ്രോമിനൻ്റായി മാറിയ രണ്ട് യങ് സ്റ്റാർസിൻ്റെ ആദ്യത്തെ ക്ലാഷിനെ പറ്റിയായിരുന്നു എൻ്റെ അടുത്ത വീഡിയോ. അതായത് 2012 ജൂലൈ മാസത്തിൽ നടന്ന തട്ടത്തിൻമറയത്ത് വേഴ്സസ് ഉസ്താദ് ഹോട്ടൽ ക്ലാഷ്. ദുൽഖർ സൽമാനും നിവിൻ പോളിയും തങ്ങളുടെ കൊമേഴ്സ്യൽ സ്റ്റാർഡം ഉറപ്പിച്ച രണ്ട് സിനിമകൾ. എന്നാൽ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ ദുൽഖർ സൽമാന്റെ ആദ്യത്തെ 2 വർഷത്തെ ഫിലിമോഗ്രഫി ശ്രദ്ധിച്ചത്. അത് കണ്ടപ്പോൾ, അതിലെ വേഴ്സറ്റാലിറ്റി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് തീർച്ചയായും മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് തന്നെയാവാം അദ്ദേഹം മറ്റൊരു ജോലിയും നോക്കാതെ നേരെ സിനിമയിലേക്ക് തന്നെ ചുവടുവെച്ചത്. എന്നാൽ അദ്ദേഹം ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയത് മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ആദ്യത്തെ 2 വർഷങ്ങൾക്കുള്ളിൽ വ്യത്യസ്തമായ സിനിമകൾ മലയാളികൾക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം തന്നെ നേടിയെടുത്തതാണ്. അരങ്ങേറിയത് ഒരു റോ ആൻഡ് സ്ലോ പേസ്ഡ് ഗ്യാങ്സ്റ്റർ മൂവിയിലൂടെ. പിന്നീട് അഭിനയിച്ചത് ഫൈറ്റോ മാസ് ഡയലോഗുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഫീൽ ഗുഡ് മൂവി. മൂന്നാമതായി അഭിനയിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ സ്റ്റോറി ടെല്ലിങ്ങോട് കൂടിയ ഒരു റിവെഞ്ച് ഡ്രാമ. നാലാമതായി അഭിനയിച്ചിരിക്കുന്നത് നല്ല നടപ്പ് പഠിക്കാൻ വേണ്ടി നാട്ടിലേക്ക് അയക്കപ്പെട്ട ഒരു NRI ചെറുപ്പക്കാരന്റെ കഥ. അഞ്ചാമതായി വന്നത് മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു റോഡ് മൂവി. ആറാമതായി വന്നത് ഒരു ഇന്റർകാസ്റ്റ് ലവ് സ്റ്റോറി. സോ പ്രേക്ഷകർക്ക് യാതൊരു തരത്തിലുള്ള ആവർത്തന വിരസതയും തോന്നിക്കാത്ത രീതിയിലുള്ള 6 വ്യത്യസ്ത പടങ്ങളാണ് കരിയറിന്റെ ആദ്യത്തെ 2 വർഷങ്ങൾ കൊണ്ട് തന്നെ ദുൽഖർ സൽമാൻ ചെയ്തു വെച്ചത്. തീർച്ചയായും മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിലല്ല താൻ അറിയപ്പെടേണ്ടതെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചതുപോലെ.